എൻ്റെ കയ്യിൽ ഇന്ന് കുറച്ച് പെൻഷനായ നാണയത്തുട്ടികളുണ്ട് കേട്ടോ. ഈ തുട്ടികളുടെ കളർ കണ്ടോ, ഈ ചെമ്പൻ കളർ. ശരിക്കും ഇത് ചെമ്പ് കളറല്ല. ഇത് വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയ ചില രാസപ്രയോഗങ്ങളിലൂടെ ഇവരുടെ നിറം മാറിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല വൃത്തിയാക്കി നമുക്കൊന്ന് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാവരെയും ഒന്ന് മാക്സിമം വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവരെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഇതിലുള്ളത്. ഇത് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാശാണ് കേട്ടോ. ഇത് 4 കാശ്, ഇത് 8 കാശ്, ഇത് 1 കാശ്. എന്ത് ചെറിയ പൈസ നോക്കിയില്ലേ, ഇത് 1 കാശാണ് കേട്ടോ. കണ്ടോ, മൂന്നും ഏകദേശം ഒരുപോലെയൊക്കെയാണ്. ഇതൊരു പൗണ്ടാണ് കേട്ടോ. കേട്ടോ, ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെയാണ്. 5 സെൻറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 5 സെൻറ്റാണിത്. ഇതെല്ലാം അറബ് എമിറേറ്റ്സിൻ്റെയാണ് കേട്ടോ ഈ കോയിൻ എല്ലാവേ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് എത്രയാണെന്നൊക്കെ കേട്ടോ. ഇത് നെതർലാൻഡിലെ കോയിനാണ് കേട്ടോ. 1918 ഇത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയാണ് കേട്ടോ. അതിൻ്റെ വർഷം നോക്കിക്കേ, 1942. കണ്ടോ, ഇതിനകത്ത് രസം എന്താണെന്നറിയോ? ഇത് നോക്കിക്കേ, അശോക ചക്രക്ക് പകരം ജോർജ് കിങ് എംപററിൻ്റെ എംബ്ലമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു 5 രൂപയാണ് ഇത് കേട്ടോ. ഇന്ത്യയിൽ തന്നെയാണ്. അതിലവർ കൊടുത്തിരിക്കുന്ന ആ ഒരു മെസ്സേജ് നോക്കിക്കേ, ഗ്രോ മോർ ഫുഡ് എന്ന്. ഇപ്പം ഇങ്ങനെ നമ്മുടെ കോയിൻസിലൊന്നും അങ്ങനെ മെസ്സേജ് ഒന്നും ഇല്ലല്ലേ. പക്ഷേ അത് നോക്കിക്കേ, 1973 ഇതെനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി കേട്ടോ. ഇത് ബെൽജിയത്തിൻ്റെ കോയിനാണ് കേട്ടോ, ബെൽജിയം. ഇതുപോലെ കോയിൻസ് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.